പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വ്യാഴാഴ്ച ശുശ്രൂഷയിലെ ശക്തമായുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനം. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ ഇന്നലെ നമ്മുടെ പാലക്കാട് രൂപതയിലെ അട്ടപ്പാടിയിൽ ജെല്ലിപ്പാറ, അതായത് അട്ടപ്പാടിയിലെ ആദ്യത്തെ പാരിഷാണ് ഈ ജെല്ലിപ്പാറ. അവിടെ ഒരു റിട്രീറ്റിനായിട്ട് വന്നതാണ് അതിശക്തമായ. അപ്പോൾ അവിടുന്ന് വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട ജോൺ മരിയ വികാരിയച്ഛൻ, അച്ഛൻ പറയായിരുന്നു, ഇവിടെ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ഈ ഫോട്ടോ കണ്ടോ നിങ്ങൾ? ഇത് കുരുക്കടിക്കുന്ന മാതാവിൻ്റെ. അപ്പോൾ ഓരോ രീതിയിലും പ്രതികൂലങ്ങളിൽ പെട്ട് നഷ്ടധൈര്യരാകുമ്പോൾ, ഒന്നും പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ അച്ഛൻ പറയായിരുന്നേ, എനിക്ക് ശക്തമായൊരു പ്രചോദനമായിരുന്നു വെച്ചാൽ ഈ മാതാവിനെ അവിടെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. പ്രിയ സഹോദരങ്ങളെ, അത്ഭുതകരമായ വിധത്തിൽ ശരിക്കും അച്ഛൻ്റെ ജീവിതത്തിൽ ഓരോ വഴികള്, ഈ ഇടവകയുടെ ഓരോ വഴികള് കർത്താവ് തുറക്കുന്നതായിട്ട് പ്രിയ സഹോദരങ്ങളെ പങ്കുവയ്ക്കുകയുണ്ടായി. ഇത് അനേകരെ, ഈ കുരുക്കഴിക്കുന്ന മാതാവിനെ കുറിച്ച് അനേകരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അച്ഛനോട് പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ കുരുക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? കുരുക്കഴിക്കും. അമ്മയോട് ചേർന്ന്, പ്രത്യേകിച്ച് നമ്മൾ നോക്കിയേ, നോമ്പിന്റെ പുണ്യപ്പെട്ട ദിനങ്ങളിലൂടെയാണ് പോണതെന്ന് അറിയാമല്ലോ. അപ്പോൾ നോക്കിയേ, അമ്മ വഴി പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ കുരുക്കുകളാണ് ഓരോ കുടുംബത്തിനും പിശാച് ഓരോ രീതിയിലുള്ള കുരുക്കാണ് കൊണ്ടുവരിക. ആ കുരുക്കിന് അതിൻ്റെ സമ്പൂർണ്ണതയിൽ അഴിക്കാനായിട്ട് അമ്മയുടെ മാധ്യസ്ഥത്തിന് സാധിക്കും. അവൾ കാനായിൽ എന്നതുപോലെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേ കർത്താവേ. ഞങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ജെല്ലിപ്പാറ ഇടവയ്ക്ക് വേണ്ടി നിങ്ങളൊരു നന്മ നിറഞ്ഞ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ഈ വണ്ടേയിൽ ഞങ്ങളുടെ പ്രത്യേകിച്ച് പ്രശസ്തമായൊരു ഒരു അഭിഷേകമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. പറയുമ്പോൾ വർക്കിംഗ് ഡേ ആണ് ഇന്നലെ ബുധനാഴ്ച. പക്ഷേ ശക്തമായ വിധത്തിലൊരു ഗ്രൂപ്പ്, വലിയൊരു ഗ്രൂപ്പ് തന്നെ വന്ന് ചങ്കുപൊട്ടി യേശുവിനെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെ നോക്കിയേ, അടുത്ത വ്യാഴാഴ്ച നമ്മുടെ താമസിച്ചിട്ടുള്ള ധ്യാനം ആരംഭിക്കുകയാണ് കേട്ടോ. നിങ്ങളെ സാധിക്കുന്നവരോടൊക്കെ അത് പറയണമെന്ന കാര്യം പ്രത്യേകമായിട്ട് അടുത്ത വ്യാഴം, വെള്ളി, ശനി, ഞായർ നിങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.